الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم أولم يروا أنا جعلنا حرما آمنا ويتخطف الناس من حولهم أفبالباطل يؤمنون وبنعمة الله يكفرون ബഹുമാന്യരെ, പ്രിയങ്കരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾക്ക്, കൽപ്പനാ നിരോധനങ്ങൾക്ക് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം ഭക്തിയോടെ, ഈമാനോടെ, തഖ്വയോടെ വഴിപ്പെടാനും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ അറിഞ്ഞ് ആദരപൂർവം അവിടുത്തെ ജീവിത മാതൃകകളെ പിന്തുടരാനും കലിമത്ത് തൗഹീദിൻ്റെ ഉത്തമന്മാരായ വക്താക്കളും പ്രയോക്താക്കളുമായി ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നവരിൽ ഉൾപ്പെടാനും ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം പരമാവധി പരിശ്രമിക്കുകയും ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നവരിൽ റഹ്മാനായ റബ്ബ് നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു വന്ന നാടിൻ്റെ അക്കാലഘട്ടത്തിലെ ആ നാടും അതിൻ്റെ പരിസര പ്രദേശത്തും ഉണ്ടായിരുന്ന ആളുകളുടെ മതപരവും സാമൂഹ്യപരവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ മേഖലകളായിരുന്നു നമ്മൾ കഴിഞ്ഞയാഴ്ച ചർച്ചയ്ക്ക് വെച്ചത്. ഏത് മേഖലകൾ എടുത്തു നോക്കിയാലും പൂർണ്ണ അന്ധകാരത്തിലായിരുന്ന ഒരു ജനവിഭാഗം അറേബ്യയും അറേബ്യയുടെ പരിസര പ്രദേശങ്ങളും. ഒന്നുകിൽ വിഗ്രഹാരാധകരായിരുന്നു അവർ, അല്ലെങ്കിൽ കുരിശ് മുതലുള്ള ത്രിയേകത്വ സിദ്ധാന്തക്കാരായിരുന്നു, അതുമല്ലെങ്കിൽ നക്ഷത്രാരാധകർ, അതുമല്ലെങ്കിൽ അഗ്നി ആരാധകരായ പേർഷ്യക്കാർ ഒക്കെയായിരുന്നു അന്നാട്ടിലുണ്ടായിരുന്നത്. യഥാർത്ഥ തൗഹീദിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തിനെക്കുറിച്ചും അറിയാവുന്ന ഒറ്റപ്പെട്ട ചില വ്യക്തികളും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. വറഖത്ത് ബിൻ നൗഫൽ അതിലൊരാളാണ്. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമായി വഹി ലഭിക്കുമ്പോൾ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഖദീജ റളിയല്ലാഹു തആല അൻഹയോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയതും ഇത് മൂസാ നബിയിലേക്ക് വന്ന
പ്രവാചകന്മാർക്ക് വഹി നൽകാൻ ഉത്തരവാദപ്പെട്ട മലക്ക് ജിബ്രീലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതും വറക്കത്ത് ബിൻ നൗഫലാണ്. അദ്ദേഹം അക്കാലത്ത് യഥാർത്ഥ ഇഞ്ചീലിൻ്റെ അനുയായിയും അറബികൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ഇഞ്ചീലിനെ അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന ഒരു നല്ല മുസൽമാനായിരുന്നു. അതുപോലെ സയ്യിദ് ബിൻ അംർ എന്ന മഹാനായ മറ്റൊരാൾ 10 പേർക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗമുണ്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ച അശറത്തുൽ മുബശ്ശറൂനയിലെ അവസാനക്കാരനായ സഈദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവായ സയ്യിദ് ബിൻ അംർ അറേബ്യയിലെ പ്രമുഖനായ കവികളിൽപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം മക്കക്കാരോട് ഇടയ്ക്കിടെ ആൾക്കൂട്ടത്തിനിടയിൽ ചെന്ന് കഅബയുടെ തിണ്ടിൽ ഷാദിർവാനിലൊക്കെ കയറി പ്രസംഗിക്കും. ജനങ്ങളെ, നിങ്ങളീ നടത്തുന്ന ആരാധനകൾ ഒന്നും ശരിയല്ല. ഇവക്കൊന്നും നമ്മളെ രക്ഷിക്കാനോ ശിക്ഷിക്കാനോ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയില്ല. അതിനൊക്കെയുള്ള കഴിവ് പ്രപഞ്ചം സൃഷ്ടിച്ച അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവനെ എങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ഏതായാലും നിങ്ങളുടെ ഈ ആരാധനാ സമ്പ്രദായത്തിനില്ല എന്ന് അദ്ദേഹം മക്കക്കാരോട് ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അറേബ്യയുടെ 4 ഭാഗത്തും നിരന്തരമായി കച്ചവടയാത്ര നടത്തുന്നതിനിടയിൽ യഹൂദ ക്രൈസ്തവ പുരോഹിതന്മാരും ആ വംശവുമായി വർഗവുമായി നിരന്തര ബന്ധം പുലർത്തിയിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും അറിയാമായിരുന്നു, എൻ്റെ നാട്ടുകാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിശ്വാസവും ആരാധനാ സമ്പ്രദായങ്ങളും ഒന്നും ശരിയല്ല. അദ്ദേഹത്തോട് ഈ 2 വിഭാഗത്തിലെയും പുരോഹിതന്മാർ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്, അന്തിമമായ സത്യവുമായി ഒരു പ്രവാചകൻ വരാനുള്ള കാലം തൗറാത്തും ഇഞ്ചീലും അനുസരിച്ച് ആയിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം വരുന്നത് പ്രതീക്ഷിച്ചു കൊള്ളുക. അദ്ദേഹമാണ് യഥാർത്ഥ സത്യത്തിൻ്റെ അവസാന വാഹകനായിരിക്കുക. അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത്, പിൽക്കാലത്ത് അദ്ദേഹം അനുസ്മരിച്ചിട്ടുണ്ട്, അല്ലാഹുവേ, ആ പ്രവാചകൻ വരുന്നത് വരെ ജീവിച്ചിരിക്കാനും ആ പ്രവാചകനെ കാണാനും അദ്ദേഹത്തിൻ്റെ അനുയായിയാകാനുമുള്ള തൗഫീഖ് നൽകണമേ എന്ന് അദ്ദേഹവും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാറുണ്ടായിരുന്നു. 4മതൊരു വ്യക്തി ഉമയ്യത്ത് ബിൻ അബി സൽത്ത് എന്ന അറേബ്യയിലെ ഏറ്റവും പ്രൗഢപ്രഗത്ഭനായ കവികളിൽ ഒരാളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വത്തിൻ്റെ മുമ്പുള്ള കാലത്ത് അദ്ദേഹത്തിന് കവിതകളോട് താല്പര്യമുണ്ടായിരുന്നില്ല ഒരു കാലത്തും. എന്നാൽ ഉമയ്യത്ത് ബിൻ അബി സൽത്തിൻ്റെ കവിതാ സദസ്സുകളിൽ അദ്ദേഹം പോയിരിക്കാറുണ്ടായിരുന്നു. അത് പ്രവാചകനായതിനു ശേഷവും അദ്ദേഹത്തിന് ഉമയ്യത്തിൻ്റെ കവിതകളോട് താല്പര്യമുണ്ടായിരുന്നു. ഒരിക്കൽ അവിടുന്ന് പറയുകയുണ്ടായി, കാദ ഷഅറു ഉമയ്യ അൻ യുസ്ലിമ, ഉമയ്യയുടെ കവിത മുസ്ലിമാണ്, അയാൾ അടുത്ത് മുസ്ലിമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അയാൾ തൗഹീദിനു വേണ്ടി, ഏകദൈവ വിശ്വാസത്തിനു വേണ്ടിയാണ് കവിതകൾ ഉപയോഗപ്പെടുത്തിയിരുന്നത്, തൻ്റെ ശേഷി ഉപയോഗിച്ചിരുന്നത് ജാഹിലിയ്യത്തിലാണ്. ഖുസ്വറുൽ സായിദത്തുൽ അയാദി എന്ന പേരിൽ അറിയപ്പെടുന്ന അറേബ്യയിലെ ജാഹിലിയ്യത്തിലെ മഹാപ്രഭാഷകൻ അദ്ദേഹം പറയും, ഇദ്ദുനിയാവിലുള്ളതെന്തോ അതെല്ലാം നശിക്കും, എന്നാൽ ഈ നാശം അന്തിമമായ നാശമല്ല. ഈ പ്രപഞ്ച സംവിധായകന്റെ മുമ്പിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടേണ്ടി വരും. അതുകൊണ്ട് അന്നേക്കു വേണ്ടി ജീവിക്കുന്നവൻ രക്ഷപ്പെട്ടു എന്ന് അദ്ദേഹം പ്രസംഗിച്ചു കൊണ്ടേയിരിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സമൂഹത്തിനിടയിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുസ്ന്റെ പ്രഭാഷണത്തിലൂടെ, ഉമയ്യത്ത് ബിൻ അബി സൽത്തിന്റെ കവിതകളിലൂടെ, യഹൂദ ക്രൈസ്തവ പുരോഹിതന്മാരിലൂടെ, സയ്യിദ് ബിൻ അംറിലൂടെ, വറക്കത്ത് ബിൻ നൗഫലിലൂടെയൊക്കെ അവർക്ക് ഒരു ചെറിയ സൂചന ലഭിച്ചിട്ടുണ്ട്, ഒരു പ്രവാചകൻ വരാനായിട്ടുണ്ട് എന്ന്. മദീനക്കാരായ ഔസ് ഖസറജ് ഗോത്രക്കാരുടെ സ്ഥിതിയാവട്ടെ ഇതിനേക്കാൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. മദീന കേന്ദ്രീകരിച്ചാണ് യഹൂദികൾ താമസിച്ചിരുന്ന വിവിധ ഗോത്രങ്ങളായി. ഔസ് ഖസറജ് ഗോത്രങ്ങളുമായി ഇടയ്ക്കിടെയും യഹൂദികൾ പോരാട്ടം നടത്തും. പോരാട്ടങ്ങളിലൊക്കെ യഹൂദികൾ പരാജയപ്പെടും. അവർക്കെതിരെ ഔസും ഖസറജും ഒന്നിച്ചു നിൽക്കും. അവർ തമ്മിൽ ആഭ്യന്തര കലാപമുണ്ടെങ്കിലും യഹൂദികൾക്കെതിരെ ഒന്നിച്ചു നിന്ന് യഹൂദികളെ പരാജയപ്പെടുത്തുമ്പോഴൊക്കെയും യഹൂദികൾ പറയും, ഒരു പ്രവാചകൻ വരാനായിരിക്കുന്നു, ആ പ്രവാചകന്റെ കൂടെ നിന്ന് ഞങ്ങൾ നിങ്ങളോട് പൊരുതി നിങ്ങളെ കീഴ്പ്പെടുത്തും എന്ന്
യഹൂദികൾ പലവട്ടം പറഞ്ഞു കേട്ട അൻസാറുകൾക്കും മദീനക്കാർക്കും അറിയാം ഒരു പ്രവാചകന്റെ ആഗമനം ഉണ്ടാവാറായിരിക്കുന്നു എന്ന്. അവർക്കിടയിലേക്കാണ് അറേബ്യയിലെ ഏറ്റവും ഉന്നത ഗോത്രമായ ഖുറൈശി ഗോത്രത്തിൽ നിന്ന്, ആ ഗോത്രത്തിലെ ഏറ്റവും പ്രമാണിയായ ഹാസിം വംശത്തിൽ നിന്ന്, ഹാസിമിന്റെ മക്കളിൽ പ്രൗഢഗംഭീരനായിരുന്ന അബ്ദുമനാഫിന്റെ പരമ്പരയിൽ നിന്ന്, മക്ക വാണരളിയിരുന്ന ആഢ്യപ്രമാണിയായിരുന്ന അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു വീഴുന്നത്. ഇത് നമ്മൾ പറയേണ്ടി വരുന്നതും പഠിക്കേണ്ടി വരുന്നതും ഇസ്ലാം വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് കാലത്തിന് യോജിച്ച മതമല്ല എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയും നല്ലൊരു വിഭാഗം മുസ്ലിം ചെറുപ്പക്കാർ, യുവാക്കളും വിദ്യാർത്ഥി സമൂഹവും ഇതിലേക്കും മെല്ലെ മെല്ലെ ആകർഷിക്കപ്പെടുകയും ഇസ്ലാമിനോടൊരു അവഗണന തോന്നിത്തുടങ്ങുകയും ചെയ്യുന്ന കാലത്തിന്റെ അനുഭവങ്ങൾക്ക് നമ്മളെല്ലാവരും നേർസാക്ഷികളാണ്. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അതേ വാക്ക് തന്നെയാണ് ഇപ്പോഴും നമുക്ക് പറയാനുള്ളത്. ഇന്നമാ യുങ്കൽ ഉറുവത്തുൽ ഇസ്ലാമി ഉറൽ ഇസ്ലാമി ഉറുവത്തൻ ഉറുവ. ഇസ്ലാമിന്റെ അന്തസ്, ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ, ഇസ്ലാമിനോടുള്ള ആദരവ്, ബഹുമാനങ്ങൾ അത് ഓരോന്നോരോന്നായി ഇല്ലാതായിക്കൊണ്ടിരിക്കും. ഇദാ നശഅ ഫിൽ ഇസ്ലാമി മൻ ലാ യഅരിഫുൽ ജാഹിലിയ്യ. എവിടെ നിന്നാണ് ഇസ്ലാം ഉദിച്ചുയർന്നത്, എന്തായിരുന്നു അക്കാലഘട്ടത്തിന്റെ അവസ്ഥ എന്നറിയാത്ത മക്കൾ ഇസ്ലാമിൽ വളർന്നു വന്നാൽ അത് ഒരുപാട് കാലമായി ചർച്ചയ്ക്ക് വെക്കാത്തൊരു വിഷയമാണ് എന്നതിന്റെ പ്രത്യാഘാതം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് മക്കക്കാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രത്യേകമായ കാര്യം എടുത്തു പറഞ്ഞത്. ഇക്കൂട്ടത്തിൽ എന്തുകൊണ്ടും പറയേണ്ട ഒരു സംഭവമാണ്. മക്കക്കാരുടെ ജീവിതം കച്ചവടമായിരുന്നു. അവിടെ കൃഷിയില്ല. അവർ 6 മാസക്കാലം യമനിലേക്കും 6 മാസക്കാലം സിറിയയിലേക്കും നിരന്തരമായി കച്ചവട യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നവരായിരുന്നു. അവിടെ ഉണ്ടാകുന്ന ഈത്തപ്പഴവും മറ്റ് ചെറിയ ചെറിയ കാർഷികോൽപ്പന്നങ്ങളും മൃഗങ്ങളുടെ തോലുകൊണ്ട് അവരുണ്ടാക്കുന്ന ഉപകരണങ്ങൾ, വീട്ടുപകരണങ്ങളും ജീനികളും അവരുണ്ടാക്കുന്ന ആയുധങ്ങളും വിദേശ രാജ്യങ്ങളിലേക്ക് ഇന്നത്തെ വാക്കിൽ കയറ്റുമതി ചെയ്യുകയും അവിടങ്ങളിൽ നിന്ന് അവിടങ്ങളിലുള്ള സാധന സാമഗ്രികൾ, വീട്ടുപകരണങ്ങളും ഭക്ഷണ സാധനങ്ങളും മക്കയിലേക്ക് ഇറക്കുമതി ചെയ്ത് കച്ചവടം ചെയ്ത് ജീവിക്കുന്നവരുമായിരുന്നു ഖുറൈശികൾ, മക്കക്കാർ. അറേബ്യൻ ഉപദ്വീപിന്റെ 4 ഭാഗത്തും മരുഭൂ കൊള്ളക്കാരുടെ വ്യാപകമായ സംഘങ്ങൾ ഉണ്ടായിരുന്നു അക്കാലത്ത്. കച്ചവട യാത്രക്കാരെ കൊള്ളയടിച്ച് ജീവിതം കഴിച്ചുകൂട്ടിയിരുന്നവരും അതുകൊണ്ട് അതിസമ്പന്നരായിരുന്നവരും ഒക്കെ അക്കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് 200-300 അംഗങ്ങൾ അടങ്ങിയ സംഘങ്ങളായിട്ടായിരുന്നു അവർ കച്ചവട യാത്ര നടത്തിയിരുന്നത്. സൈന്യസമേതമായിരുന്നു കച്ചവട യാത്ര നടത്തിയിരുന്നത്. എവിടെ വെച്ചും ആക്രമിക്കപ്പെടാമെന്ന് അവർക്കറിയാം. പക്ഷേ അവർക്കിടയിൽ നിന്ന് ഈ ഖുറൈശി വിഭാഗത്തെ, വർഗത്തെ, വംശത്തെ, മക്കക്കാരെ മാത്രം ആരും ആക്രമിച്ചില്ല എന്നു മാത്രമല്ല, മക്കക്കാരെ അവർ ആദരിച്ച് സ്വീകരിച്ച് ഭക്ഷണം കൊടുത്ത് സൽക്കരിച്ച് തങ്ങളുടെ ഭരണപ്രദേശത്തിന് അപ്പുറത്തേക്ക് സുരക്ഷിതമായി എത്തിക്കുകയും ചെയ്തിരുന്നു ഈ കൊള്ളക്കാർ. മറ്റെല്ലാവരും ഈ കൊള്ളയടിക്കുന്ന അവർ, നമ്മളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു പോയിന്റ് അതിലുണ്ട്. ആ നിഅമത്ത് അവർക്ക് കിട്ടിയത് പിൽക്കാലത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പല ചോദ്യങ്ങളും ഉയർത്തി. എന്തുകൊണ്ട് ലൗലാ ഉൻസില അലൈഹി ആയ, ലൗലാ നുസില അലൈഹിൽ മലായിക, എന്തുകൊണ്ട് നമുക്ക് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നമുക്കൊരു ആയത്തൊരു ദൃഷ്ടാന്തം, ഒരു അത്ഭുത സംഭവം കാണിച്ചു തരുന്നില്ല? എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു മലക്ക് അകമ്പടി സേവിക്കുന്നില്ല? അങ്ങനെയൊക്കെയാണെങ്കിൽ ഞങ്ങൾക്ക് ഇയാളൊരു പ്രവാചകനാണെന്ന് വിശ്വസിക്കാൻ കുഴപ്പമുണ്ടാവില്ല. ഇങ്ങനെ പോയാൽ സംഗതി നടക്കില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് ആയത്ത് വേണമല്ലേ? നിങ്ങളോട് ഞാൻ ചെയ്ത ദാക്ഷിണ്യത്തിനും നിഅമത്തിനും അനുഗ്രഹത്തിനും നിങ്ങൾക്ക് ദൃഷ്ടാന്തം, തെളിവ് വേണമല്ലേ? എന്നിട്ട് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാണ് സൂറത്ത് അങ്കബൂത്തിന്റെ 29-ാമത്തെ ആയത്ത്. എന്താ സംബോധനകള്? അവലം യറൗ അന്നാ ജഅൽനാ ഹറമൻ ആമിനൻ. അല്ല, അവർ കാണുന്നില്ലേ
അവർക്ക് സുരക്ഷിതമായി ആരെയും പേടിക്കാതെ സുരക്ഷിതമായി ജീവിക്കാനും യാത്ര ചെയ്യാനും ഒക്കെ സൗകര്യപ്പെടുമാറുള്ള ഹറമിന്റെ അരികിലാണ് അവർക്ക് ജീവിക്കാൻ സാധിച്ചത് എന്നത് അവർ കാണുന്നില്ലേ? വയുതഖത്തഫന്നാസു മിൻ ഹൗലിഹിം, ഹറമിന്റെ പരിസരത്തിന് അപ്പുറത്തു നിന്നുള്ള ആളുകൾ കൊല്ലപ്പെടുകയും യുദ്ധത്തിൽ പിടിക്കപ്പെടുകയും കൊള്ളയടിക്കപ്പെടുകയും ചെയ്യുന്നത് അവർ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ആ കൊള്ളസംഘങ്ങൾക്കിടയിലൂടെ ഇവർ നടന്നു പോകുമ്പോൾ ഇവർക്ക് യാതൊരു അക്രമവും പേടിക്കേണ്ടതില്ലാത്തത് ഇവർ ഹറമിന്റെ ആളുകളായതുകൊണ്ടാണ് എന്നത് ഞാൻ ഇവരോട് ചെയ്ത നിഅമത്തായി എന്തുകൊണ്ട് ഇവർക്ക് ബോധ്യപ്പെടുന്നില്ല? വയുതഖത്തഫന്നാസു മിൻ ഹൗലിഹിം അഫബിൽ ബാത്തിലി യുഅ്മിനൂൻ. മുഅ്മിനീങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമുണ്ട് അവിടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന മഹത്തായ നിഅമത്തുകളുടെ വിലയും നിലയും തിരിച്ചറിയാതെ അള്ളാഹുവിന് ആ നിഅമത്തുകൾക്ക് ശുക്ർ കാണിക്കുന്നതിന് പകരം നമ്മൾ നേടിയ ഭൗതിക നേട്ടങ്ങൾ നമ്മളുടെ പ്രയത്നഫലമായി ഉണ്ടായതാണെന്ന ധാർഷ്ട്യത്തിൽ അള്ളാഹുവിന്റെ നിഅമത്തുകൾ ഉപയോഗിച്ച് നന്ദി കെട്ടവരായി ജീവിക്കാനാണോ മക്കക്കാരെ നിങ്ങളുടെ ഉദ്ദേശം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുന്നത് നമ്മളോടുകൂടിയാണ് എന്നതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലെ വചനമായ റബ്ബ് സുബ്ഹാനഹു വ തആല അത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തിയത് എന്നത് മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. സമ്പത്തായി, സൗന്ദര്യമായി, ആരോഗ്യമായി, വിദ്യാഭ്യാസമായി, ജോലിയായി, പണമായി, പ്രതാപമായി, സ്വാധീനമായി, ഭരണാധികാരമായി, സൗന്ദര്യമായി, എന്തെല്ലാം നിഅമത്തുകളാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഓരോരുത്തർക്കും നൽകിയത് എന്നത് ആലോചിച്ച് ഈ ആയത്ത് ഒരിക്കൽ കൂടി പാരായണം ചെയ്താൽ നമുക്ക് മനസ്സിലാകും. അവലം യറൗ അന്നാ ജഅൽനാ ഹറമൻ ആമിനൻ വയുതഖത്തഫന്നാസു മിൻ ഹൗലിഹിം. നിങ്ങളല്ലാത്ത എല്ലാ മനുഷ്യരും ആക്രമിക്കപ്പെടുകയും തടവിലാക്കപ്പെടുകയും കൊല്ലപ്പെടുകയും കൊള്ളയടിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നതിനിടയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കോടിക്കണക്കിന് രൂപയുടെ സമ്പത്തുമായി സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾ ഖുറൈശികളായതുകൊണ്ടല്ല, നിങ്ങൾ ഈ ഭവനത്തിന്റെ അയൽപ്പക്കക്കാരാണ്, പരിസര പ്രദേശത്തുള്ളവരാണ് എന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെല്ലാമാണ് തന്നിട്ടുള്ളത് ആലോചിച്ചുകൾ. എന്നിട്ട് കൃത്യമായിട്ട് 5 നേരം നിസ്കരിക്കുന്ന മക്കൾ എത്ര വീട്ടിലുണ്ട് നോക്കാൻ, ഒന്ന് പ്രാർത്ഥിക്കുന്ന കുട്ടികൾ എത്ര ഉണ്ട് നോക്കാൻ, ഒരു 10 പേജ് 2 പേജ് 4 പേജ് 5 പേജുകൾ നിത്യജീവിതത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന മക്കൾ എത്ര ഉണ്ട് നോക്കാൻ, ഇസ്ലാമിക വേഷവിധാനം സ്വീകരിക്കുന്ന കുട്ടികൾ എത്ര ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ നോക്കാൻ, ഇസ്ലാമിക കാഴ്ചപ്പാടിനെ അവഗണിക്കുകയെങ്കിലും ചെയ്യാത്ത എത്ര ആളുകൾ നമ്മുടെ വീടുകളിൽ നമ്മൾ ഉൾപ്പെടെയുള്ളവരുണ്ടെന്ന് ആലോചിച്ചു കാണി. പ്രിയപ്പെട്ടവരെ, അപകടകരമായ ഒരു പരിസ്ഥിതിയാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഇടയിൽ എന്നത് തിരിച്ചറിയുക. ഈ നിഅമത്ത് അല്ലാഹു അവരെ ഓർമ്മിപ്പിക്കുന്നത് വളരെ ലളിതമായ ഭാഷയിൽ നമുക്കറിയാം. ഈലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലത്തശ്ശിതാഇ വസ്സൈഫ്. ഖുറൈശികളെ, നിങ്ങൾക്ക് നാം നൽകിയ ഒരു നിഅമത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? വേനൽക്കാലത്തും തണുപ്പ് കാലത്തും നിങ്ങൾക്ക് നിരന്തരമായി സഞ്ചരിക്കാനുള്ള സഞ്ചാര പദങ്ങൾ ഞാൻ ഏർപ്പെടുത്തി തന്നു. അതെന്തുകൊണ്ടാണ്? ഫല്യഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്. ഈ വീടിന്റെ പരിസര പ്രദേശക്കാരാണ് നിങ്ങൾ എന്നത് മാത്രമാണ് അറബികൾക്കിടയിൽ നിങ്ങൾക്കുള്ള പ്രത്യേകത. ആ വീടിനോടുള്ള ആദരവാണ് നിങ്ങൾ ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവർക്ക് ആ വീടിനോടുള്ള ബഹുമാനവും ആദരവുമാണ് നിങ്ങൾ ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുരക്ഷിതത്വത്തിന്റെ കാരണം. അതുകൊണ്ട് ഫല്യഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ വീടാണ് നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് കാരണം എന്നതിനാൽ ഈ വീടിന്റെ നാഥനായ എന്നെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. നിങ്ങൾക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ മുഅ്മിനീങ്ങളെ, എന്താണത് പറയാൻ കാരണം? നിങ്ങൾ ഇബ്രാഹിം നബിയെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന, ഇസ്മായിൽ നബിയെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന, ലാത്തിനെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന കാനല്ലാത്തു റജുലൻ സബി സ്വാലിഹൻ യസ്നഉ സബീഖ ലിൽ ഹജ്ജാദ് എന്നാ പറഞ്ഞ് പച്ച മലയാളത്തിൽ ഹാജിമാർക്ക് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരുന്ന ഒരു സ്വാലിഹായ മൗലിയ മനുഷ്യനായിരുന്നു ലാത്ത് എന്നാണ് മുഫസ്സിറുകൾ പറയുക.
അത് നമ്മൾ മലയാളം പറയണ പേരെന്താ? ഔലിയ പാപ്പാനാ അല്ലേ? ഇബ്രാഹിം നബിയെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു, ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു, ലാത്തിനെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അക്കൂട്ടത്തിൽ കല്ലിനെയും മരങ്ങളെയും എല്ലാം വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത് എന്നാണ്. ഇബ്രാഹിം നബിക്കല്ല ആരാധന പോകേണ്ടത്, ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനല്ല ആരാധനകൾ പോകേണ്ടത്, ലാത്തിലേക്കല്ല ആരാധന പോകേണ്ടത്. അവരൊക്കെ ഈ നല്ലവരും അമ്പിയാക്കളും ഖലീലുർ റഹ്മാനും മർലിയും ഒക്കെയാണ് അവരെങ്കിലും ആരാധനകൾ പോകേണ്ടത് ഈ വീടിന്റെ നാഥനായ എന്നിലേക്കാണ് എന്നത് മക്ക ഖുറൈശികൾക്ക് മാത്രമാണോ അതോ മലപ്പുറത്തും കേരളത്തിലുമുള്ള നമുക്ക് കൂടി അത് ബാധകമാണോ? ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താണ് എന്ന് നമ്മൾ ആലോചിക്കുക. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാ അല്ലദീ അത്അമഹും മിൻ ജൂഇൻ. ആ സുരക്ഷിതമായ യാത്രാപഥം നിങ്ങൾക്കില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് കൃഷിയില്ലാത്ത നാടാണ്, ഭക്ഷണമില്ലാതെ നിങ്ങൾ വിശന്ന് തളരുമായിരുന്നു. വആമനഹും മിൻ ഖൗഫ്. പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് ഭയപ്പാടില്ലാതെ യാത്ര ചെയ്യാൻ കഴിഞ്ഞതും ഈ വീടിന്റെ ഉടമസ്ഥന്മാരും പരിചാരകരുമാണ് നിങ്ങൾ എന്നതുകൊണ്ടാണ്. ഈ സാഹചര്യത്തിലേക്കാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിറന്നു വീഴുന്നത് എന്നത് നമ്മൾ ആലോചിക്കുക. പിന്നീടുണ്ടായ മാറ്റം, ആ മനുഷ്യർക്കിടയിൽ പിന്നീടുണ്ടായ മാറ്റം, ആ മാറ്റത്തിന്റെ പിന്നിൽ പ്രചോദനം, ആ മാറ്റത്തിന്റെ പിന്നിലുണ്ടായിരുന്ന പ്രേരണ, ആ മാറ്റത്തിന്റെ പിന്നിലെ കാരണം എന്താണെന്ന അന്വേഷണത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിത്തീരുന്ന ഒരു സംഭവം എന്താണ്? ഇങ്ങനെ സുരക്ഷിതരായി ജീവിച്ചിരുന്ന അറബികൾ, വിശിഷ്യ ഖുറൈശികൾ, മക്കികൾ, അവർക്കിടയിലേക്ക് ഇടുത്തി പോലെ ഒരു അത്യാപത്ത് വരികയാണ്. റോമാ ചക്രവർത്തിയായിരുന്ന അനൂശർമാന്റെ സാമന്തനായിരുന്ന അബിസീനിയൻ രാജാവ് അബ്രഹത്ത്, നജാസിയുടെ നാടുവാഴിയായിരുന്ന അബ്രഹത്ത്, അയാളും നജാസിയും തമ്മിലുണ്ടായിരുന്ന ഒരു പിണക്കത്തിന്റെ പേരിൽ തന്റെ രാജസ്ഥാനം നഷ്ടപ്പെടുമെന്ന ഭയപ്പാടിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി അബ്രഹത്ത് കണ്ടുപിടിച്ച ഒരു സൂത്രമാണ് മക്കക്കാർ, അറബികൾ എല്ലാ നാട്ടിൽ നിന്നും മക്കയിലേക്ക് തീർത്ഥാടനത്തിന്, കഅബയിലേക്ക് തീർത്ഥാടനത്തിന് പോകുന്നു. അത് അവസാനിപ്പിച്ച് അവർക്ക് തീർത്ഥാടനത്തിനുള്ള ഒരു സൗകര്യം സ്വന്തം നാട്ടിൽ ഉണ്ടാക്കിക്കൊടുത്ത് ആളുകളെ അങ്ങോട്ട് ആകർഷിക്കാൻ കഴിഞ്ഞാൽ എൻ്റെ ചക്രവർത്തിമാർക്ക് രണ്ടുപേർക്കും എന്നോടുള്ള ദേഷ്യവും അകൽച്ചയും ഇല്ലാതെയായി എനിക്ക് അവരുടെ സ്വന്തക്കാരനാവാം എന്ന ചിന്തയിൽ അബ്രഹത്ത് യമനിൽ ഒരു കഅബ പോലുള്ള ഒരു കെട്ടിടം ഉണ്ടാക്കുന്നു. നമ്മുടെ വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ആ യമനിൽ ആ കഅബ പോലുള്ള ഒരു കെട്ടിടം ഉണ്ടാക്കി അവിടെ ഒരു രാജകൽപ്പന വരുന്നു, ഇനി മുതൽ ഒരാളും മക്കയിലേക്ക് തീർത്ഥാടനത്തിന് പോയിക്കൂടാ. അറബികൾ തീർത്ഥാടനത്തിന് വരേണ്ടത്, യമനികൾ തീർത്ഥാടനത്തിന് വരേണ്ടത് ഈ ഈ കെട്ടിടത്തിലേക്കാണ് എന്ന് അയാൾ രാജകൽപ്പന പുറപ്പെടുവിച്ചു. പക്ഷേ ഒരൊറ്റ അറബിയും, നമ്മൾ നല്ലോണം ആലോചിച്ച് നോക്കിയോടെ, ഒരൊറ്റ അറബിയും, അവരൊന്നും മുസ്ലിമീങ്ങളല്ല, ശിർക്കിന്റെ കാലമാണ്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന്റെ 1 വർഷം മുമ്പാണ്. ഒരാളും ആ വീട്ടിലേക്ക് അവിടേക്ക് പോയില്ല എന്ന് മാത്രമല്ല, വൈരാഗ്യം മൂത്ത 1-2 പേർ ആ കെട്ടിടത്തിനകത്ത് കയറി മലമൂത്ര വിസർജനം നടത്തുകയും ചെയ്തു. ആലോചിക്കണേ, കഅബയോടുണ്ടായിരുന്ന അവരുടെ ആദരവ് എത്രയും. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുക എന്നത് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത് ദാലിക വമൻ യുഅല്ലിം ഹുറുമാത്തില്ലാഹി ഫഹുവ ഖൈറുൽ ലഹു ഇൻദ റബ്ബിഹി. അല്ലാഹ് പവിത്രമാക്കിയതിനെ അങ്ങനെ തന്നെ ആദരിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അത് അയാൾക്ക് പരലോകത്ത് ഗുണം ചെയ്യും എന്ന്. തൊട്ടപ്പുറത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് ദാലിക വമൻ യുഅല്ലിം ശറാഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുക, മഹത്വപ്പെടുത്തുക എന്നത് തഖ്വയുടെ ലക്ഷണമാണ്. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവര്, പള്ളി അള്ളാഹുവിന്റെ ചിഹ്നമല്ലേ? പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ചിഹ്നമല്ലേ? വെള്ളിയാഴ്ച അള്ളാഹുവിന്റെ ചിഹ്നമല്ലേ? റമളാൻ അള്ളാഹുവിന്റെ ചിഹ്നമല്ലേ? എന്താണ് ഈ സമുദായത്തിന് ഈ ചിഹ്നങ്ങളോടുള്ള സമീപനം? എന്താണ്? അള്ളാഹുവിന്റെ വീടാണ് പള്ളി എന്നതിൽ ഒരാൾക്കും തർക്കമില്ല. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്നതിൽ ഒരാൾക്കും തർക്കമില്ല. വെള്ളിയാഴ്ചയാണ് ഒരാഴ്ചയിലെ ഏറ്റവും നല്ല ആദരണീയമായ ദിവസം എന്നതിൽ ഒരാൾക്കും തർക്കമില്ല. പക്ഷേ മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ല. പക്ഷെ മുസ്ലിമീങ്ങൾക്ക് ഇവയോടുള്ള നിലപാടെന്താണ്?
ഈ മക്ക ഖുറൈശികൾ കാണിച്ചിരുന്ന ഈ ജാഹിലിയത്തിലെ ഈ ഖുറൈശി പ്രമാണിമാർ അറബികൾ കാണിച്ചിരുന്ന കഅബയോടുള്ള ഈ ആദരവിന്റെ 10,000-ൽ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർക്കുണ്ടോ എന്ന് ആലോചിച്ച് നോക്കണം. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളോട്, അള്ളാഹുവിന്റെ നിയമങ്ങളോട് അല്ലേ? വൈരാഗ്യം മൂത്ത അറബികൾ ഇങ്ങനെ ചെയ്തപ്പോൾ അബ്രഹത്ത് തീരുമാനിച്ചു, ആ വീട് അവിടെയുള്ള കാലത്തോളം, ഏത് പരിശുദ്ധ കഅബ മക്കയിലുള്ള കാലത്തോളം ഇങ്ങനെ ഇന്നല്ല 10,000 കെട്ടിടങ്ങൾ ഉണ്ടാക്കിയാലും അറബികളെ കിട്ടില്ല, അതുകൊണ്ടത് പൊളിക്കാം. അവിടെയാണ് ആനക്കലഹം നടക്കുന്നത്. അതുകൊണ്ടത് പൊളിക്കാം. ഭീകരമായ ഒരു പടയുമായി, അറബികൾക്ക് പരിചയമില്ലാത്ത ആനകളുമായി അബ്രഹത്ത് വന്നു. നമുക്കറിയാം, ചരിത്രമൊക്കെ നമുക്കറിയാം. അബ്രഹത്ത് വന്നു. അബ്രഹത്തിന്റെ ആ പടയുടെ മുമ്പിലെ ആനകളെ കണ്ടപ്പോൾ മക്കികൾ ഭയപ്പാട് കൊണ്ട് വിറച്ചുപോയി. ഈ സാധനത്തെ തടയാനുള്ള മാർഗം അവർക്കറിയില്ല. അബ്ദുൽ മുത്തലിബാണ് അന്ന് നാടുവാഴി. അദ്ദേഹം പറഞ്ഞു, ഈ സംഘത്തെ തടയാൻ നമുക്ക് കഴിയില്ല, നമുക്ക് മലമുകളിൽ കയറി രക്ഷപ്പെടാം. ഒരാൾ പോലും അള്ളാഹുവിന്റെ ഭവനം അള്ളാഹു രക്ഷിച്ചുകൊള്ളുമെന്ന് മക്ക ഖുറൈശികൾ, അവർ മുശ്രിക്കുകളാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിട്ടില്ല. അവർ പോലും പറഞ്ഞത് അള്ളാഹുവിന്റെ വീടിന്റെ സംരക്ഷണം നമ്മളെ കൊണ്ട് കഴിയില്ല, അത് അള്ളാഹു നിർവഹിക്കും എന്നാണ്. അബ്രഹത്തിന്റെ പടയാളികൾ വരുന്ന വഴിയിൽ അബൂ ഖുബൈസിന്റെ താഴ്വരയിൽ മേഞ്ഞിരുന്ന ഒട്ടകങ്ങളെ പിടികൂടി. ആ ഒട്ടകങ്ങളിൽ ഭൂരിഭാഗവും ഈ പറഞ്ഞ അബ്ദുൽ മുത്തലിബിൻ്റെതായിരുന്നു. മക്കികളുടെ നേതാവിനെ ചർച്ചയ്ക്ക് ക്ഷണിച്ചു. അയാൾ കയറി ചെന്നത് അജാനുബാഹുവായ പ്രൗഢഗംഭീരനായ അബ്ദുൽ മുത്തലിബാണ്. അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ അബ്രഹത്തെ എഴുന്നേറ്റ് നിന്നു എന്നാ പറയുന്നു. സത്യമാണ്, അല്ലാഹു അലം. അങ്ങനെ സംസാരിക്കുമ്പോൾ, കഅബ പൊളിക്കാവുന്നതാണ്, എനിക്ക് നിങ്ങളോട് വൈരാഗ്യമൊന്നുമില്ല, ഒരാളെ ഞാൻ ഉപദ്രവിക്കില്ല, ഒരു സ്വത്തും കവറില്ല എന്നൊക്കെ അബ്രഹത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് അബ്ദുൽ മുത്തലിബ് ഇങ്ങനെ കേട്ടുമുണ്ടാതെ നിന്ന്. അപ്പൊ അബ്രഹത്ത് അവസാനം ചോദിച്ചു, എന്താണ് താങ്കൾക്കൊന്നും പറയാനില്ലേ? അപ്പോ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, നിങ്ങൾ ഒരു 200 ഒട്ടകത്തെ പിടിച്ചിട്ടുണ്ട്, അത് എൻ്റെതാണ്, അതെനിക്ക് തിരിച്ചു തരണം. അപ്പൊ അബ്രഹത്ത് പുച്ഛത്തോടെ ചോദിച്ചു, ഞാൻ നിങ്ങൾ ജീവൻ ബലി കൊടുത്തും ആ വീട് കെട്ടിടത്തെ രക്ഷിക്കുമെന്ന് വിചാരിച്ചതാ, നിങ്ങൾ ഇത്ര മോശക്കാരാണോ? അപ്പൊ അബ്ദുൽ മുത്തലിബ് വളരെ ശാന്തനായി പറഞ്ഞു, ആന റബ്ബുൽ ലിബിൽ, മുസ്ലിമീങ്ങൾ പഠിക്കാനാ, ആന റബ്ബുൽ ലിബിൽ, ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ ഞാനാണ്, അതുകൊണ്ട് ഞാൻ അത് തരണം എന്ന് പറഞ്ഞത്. വലിൽ ബൈത്തി റബ്ബുൻ, സുബ്ഹാനല്ലാഹ്, വലിൽ ബൈത്തി റബ്ബുൻ, നീ പൊളിക്കാവുന്ന ആ കെട്ടിടമുണ്ടല്ലോ, അതിനൊരു ഉടമസ്ഥനുണ്ട്. സയംനഉഹു, അത് അദ്ദേഹം കാത്തോളും, ആ ഉടമസ്ഥൻ കാത്തുകൊള്ളും. മോമിനികള്, ആ ഒരു ഈമാൻ മുസ്ലിമീങ്ങൾക്ക് വേണ്ടേ? അബ്ദുൽ മുത്തലിബിന്റെ ഈമാനും തൗഹീദെങ്കിലും വേണ്ടേ നമുക്ക്? അബ്രഹത്തിന്റെ പടയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ എന്നല്ലേ അല്ലേ? ആ സൈന്യത്തെ അല്ലാഹു തകർത്തെറിഞ്ഞതിന്റെ അടുത്ത വർഷമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നത്. അവിടെ മുതലാണ് യഥാർത്ഥത്തിൽ മാറ്റത്തിന്റെ കൊടുങ്കാറ്റുണ്ടാകുന്നത്. ഈ ചരിത്ര സംഭവങ്ങളുടെ പിന്നാമ്പുറം നമുക്ക് മനസ്സിലാകുമ്പോൾ നമുക്കറിയും ഇസ്ലാം എന്ത്, തൗഹീദ് എന്ത്, അതിന് വിപരീതമായി നിൽക്കുന്നത് എന്ത്. ഈ രൂപത്തിൽ ഇങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് തെറ്റും ശരിയും, സത്യവും അസത്യവും, നീതിയും അനീതിയും, ധർമ്മവും അധർമ്മവും തിരിച്ചറിയാനും ഇസ്ലാമിൻ്റെ ഗരിമയും മഹിമയും അന്തസ്സും നമുക്ക് ബോധ്യപ്പെടാനും സാഹചര്യം ഒരുങ്ങുക. കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ ഇസ്ലാമിനെയും അതിൻ്റെ ഈ ശത്രുക്കളെയും അതിൻ്റെ വിമർശകരെയും കൃത്യമായി പഠിച്ച് തൗഹീദിന്റെ തീരത്ത് ഉറച്ചു നിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽആഖിബത്തുൽ മുത്തഖീൻ, വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ വഹബീബിനാ മുഹമ്മദിൽ അമീൻ വഅലാ ആലിഹി വസഹാബിൽ ഫായിദീന ബിറിളല്ലാഹി വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ വഹസന ഉലൈക റഫീഖ. അമ്മാ ബഅദ് അയ്യുഹൽ ഇഖ്വാൻ, ഇത്തഖുല്ലാഹ വകൂനൂ ഇബാദല്ലാഹ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ ഒന്നുകൂടി അടുത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതി, ഖുറൈശി എന്ന പേരിൽ അറിയപ്പെടുന്ന ഫിഹ്റിന്റെ സന്തതികളിലാണ് കഅബയുടെ
അധികാരവും മക്കയുടെ അധികാരവും ഒരുപാട് കാലങ്ങളായി നിലനിന്നിരുന്നത്. അതിൽ പ്രമാണിയായിരുന്ന ഖുസൈന്റെ കാലത്ത് കഅബയുടെ പരിപാലന ചുമതലയ്ക്കു വേണ്ടി അറബ് ഗോത്രങ്ങൾ ഖുസൈയുമായി പോരാട്ടം നടത്തി. പോരാട്ടത്തിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പായ സമയത്ത് കഅബക്കകത്തുണ്ടായിരുന്ന വില കൂടിയ വസ്തുക്കളെല്ലാം കൂടി സംസം കിണറിലേക്ക് ഇട്ട് ഖുസൈ രാത്രിയിൽ സംസം കിണർ മൂടി. ഖുസൈ മരണപ്പെടുകയും ചെയ്തു. അബ്ദുമനാഫിന്റെ കാലം വന്നപ്പോൾ മക്കയുടെ കഅബയുമായി ബന്ധപ്പെട്ട ചുമതലകൾ, ഹാജിമാർക്ക് വെള്ളം കൊടുക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക, കഅബ വൃത്തിയായി പരിപാലിക്കുക, അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഓരോരുത്തർക്കായി മക്കൾക്ക് വീതം വെച്ച് കൊടുത്തപ്പോൾ കഅബയിൽ വരുന്ന ഹാജിമാർക്ക് വെള്ളം കൊടുക്കുക എന്ന ഉത്തരവാദിത്തം വന്നത് അബ്ദുൽ മുത്തലിബിന്റെ കയ്യിലാണ്. അബ്ദുൽ മുത്തലിബ് ആവട്ടെ ഇതിനു വേണ്ടി പരമാവധി പരിശ്രമിച്ചു. പക്ഷേ വർഷം തോറും ആളുകളുടെ എണ്ണം കൂടി വരുന്നു. വെള്ളമൊട്ട് കിട്ടാനുമില്ല. സംസം മൂടുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹം അവസാനം പ്രാർത്ഥിച്ചു എന്നാണ് ഇമാം മുസ്ലിം ഒക്കെ പറയും. അദ്ദേഹം അവസാനം പ്രാർത്ഥിച്ചു, പടച്ചവനെ എനിക്ക് 10 ആൺമക്കൾ ഉണ്ടാവുകയും ആ 10 ആളും ഈ സിക്കായയിൽ വെള്ളം കൊണ്ടുവരുന്ന പ്രവൃത്തിയിൽ മുഴുകാനുള്ള ആരോഗ്യമുള്ളവരാവുകയും ചെയ്താൽ അതിലൊരാളെ ഞാൻ നിനക്ക് ബലി നൽകിക്കൊള്ളാമെന്ന്. അപ്പോൾ ജാഹിലിയത്തിന്റെ രണ്ടവസ്ഥ. പരിശുദ്ധ കഅബയോട് അങ്ങേയറ്റം ആദരവും ബഹുമാനവും, അള്ളാഹുവോടുള്ള ആദരവും ബഹുമാനവും ഒക്കെ നിലനിൽക്കുന്നതോടൊപ്പം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനുള്ള വഴിയായി അവർ കണ്ടത് മറ്റു ചില മേഖലകളാണ്. എൻ്റെ മക്കളിലൊന്നിനെ ഞാൻ നിനക്ക് ബലി നൽകാമെന്ന്. അബ്ദുൽ മുത്തലിബിന് 12 ആൺമക്കളുണ്ടായി. 10 പേരും വാപ്പയെ സഹായിക്കാനായപ്പോൾ വാപ്പ മക്കളെ വിളിച്ച് സംഗതികൾ പറഞ്ഞു. മക്കൾ സമ്മതിച്ചു. ഞങ്ങൾ എന്നെ എന്നെല്ലാവരും. അങ്ങനത്തെ വാപ്പയും മക്കളൊക്കെ ഇപ്പം ഉണ്ടാവും തോന്നില്ല എനിക്ക്. അവസാനം അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, എന്നാ നമുക്ക് നറുക്കിടാം, ആരുടെ പേര് കിട്ടുമെന്ന് നോക്കാം. കിട്ടിയത് അബ്ദുള്ളയുടെ പേരാ. അബ്ദുള്ള മക്കികൾക്ക് ആൾ വ്യത്യാസമില്ലാതെ, കുടുംബ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അങ്ങേയറ്റം പ്രിയങ്കരനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. അബ്ദുള്ളയെ പറ്റൂല, അബ്ദുള്ളയെ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് അവർ ശാഠ്യം പിടിച്ച് അവസാനം അവരിൽ ഒരാൾ പറഞ്ഞു, ഇതിനി തീർപ്പ് കൽപ്പിക്കാൻ മദീനയിൽ ഒരാളുണ്ട്, നമുക്ക് അവിടെ പോയി നോക്കാം. അയാളുടെ തീർപ്പായി വന്നത് ചരിത്ര സംഭവങ്ങൾ തന്നെയാണ്, കെട്ടുകഥകളല്ല കേട്ടോ. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഈ സംഭവത്തെ അനുസ്മരിച്ച് അദ്ദേഹത്തിനൊരു പേര് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിന് അവസാനം പറയാം. അങ്ങനെ ആ ആള് അവിടെ മദീനയിൽ ചെന്നപ്പോൾ അയാൾ പറഞ്ഞത്, 10 ഒട്ടകങ്ങളെയും അബ്ദുള്ള എന്ന പേരും അപ്പുറവും ഇപ്പുറവും വെച്ച് നറുക്കെടുക്കുക. എത്ര ഒട്ടകങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഒട്ടകത്തിന്റെ പേര് കിട്ടുന്നത്, അത്രയും ഒട്ടകങ്ങളെ ബലി നൽകി അബ്ദുള്ളയെ രക്ഷിക്കാം എന്ന്. അങ്ങനെ ആദ്യം 10 ഒട്ടകത്തെയും അബ്ദുള്ളയുടെയും 2 പേര് വെച്ച് നറുക്കെടുത്തപ്പോൾ കിട്ടിയത് അബ്ദുള്ളയാണ്. 9 തവണ നറുക്കെടുത്തപ്പോഴും കിട്ടിയത് അബ്ദുള്ള എന്ന് തന്നെയാണ്. 10ാമത് തവണ ഒട്ടകം എന്ന് വന്നു. ആ 10 തവണയിലുള്ള 100 ഒട്ടകങ്ങളെ ബലിയറുത്താണ് അബ്ദുള്ളയുടെ ജീവൻ നിലനിർത്തിയത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവം പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ രണ്ട് ബലികളുടെ മകനാണ്. ഒന്ന് ഇസ്മായിൽ അലൈഹിസ്സലാം, എൻ്റെ പിതാമഹന്മാരിൽ ഒരാളായ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ പണ്ട് അദ്ദേഹത്തിന്റെ വാപ്പ ബലിയെറുക്കാൻ കൊണ്ടുപോയിരുന്നു. അവിടെ നിന്ന് അള്ളാഹു അദ്ദേഹത്തെ, എൻ്റെ പിതാമഹനെ ആടിന് പകരം നൽകിയാണ് അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തിയത്. 2ാമത് എൻ്റെ പിതാവിനെ 100 ഒട്ടകങ്ങളെ കൊടുത്തും എന്ന്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അല്ലാഹു യഅലമു ഹൈസു യജ്അലു റിസാലതഹു. നമ്മൾ ദാവൂദ് നബിയുടെ ചരിത്രം ജാലൂത്തിനെ പഠിപ്പിച്ച് പറഞ്ഞപ്പോൾ അത് പറഞ്ഞിരുന്നു. ആർക്കാണ് റിസാലത്ത് പ്രവാചകത്വം നൽകേണ്ടത് എന്ന് ഞാൻ തീരുമാനിക്കും. അതിന് തടസ്സം ഉണ്ടാക്കാൻ കഴിയില്ല. അല്ലാഹു തന്റെ ദൂതുമായി വരേണ്ടയാൾ ആ 2 പേരിലാണുള്ളത് എന്ന് അള്ളാഹു തീരുമാനിച്ചതാണ്. ആ 2 പേരെയാണ് അള്ളാഹു നിലനിർത്തിയത്. അവിടെ ആ ഒരു സംഭവം കൂടെ ഇവിടെ പറയാനുണ്ട്. അബ്ദുള്ളക്ക് ഒരൊറ്റ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജന്മം നൽകാനുള്ള സുകൃതം മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ ഗർഭിണിയായപ്പോൾ
അദ്ദേഹം മരണപ്പെട്ടു പിരിയുകയും ചെയ്തു. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അനാഥനായി വളരാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു വിധി നൽകിയിരുന്നത് എന്നതുകൂടി നമ്മൾ ഈ കൂട്ടത്തിൽ മനസ്സിലാക്കി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാമ്പുറ ചരിത്രത്തെ കൃത്യമായി പഠിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ആ ഒരു ആദർശത്തിന്റെ മഹിമയും ഗരിമയും എത്രമാത്രം മഹത്തരമാണെന്ന് തിരിച്ചറിഞ്ഞ് അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ അതാകുമുർ റസൂലു ഫഖുദുഹു വമാ നഹാകും അൻഹു ഫന്തഹു. ഇതാ ഈ സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ പ്രവാചകനെ വളർത്തിക്കൊണ്ടു വന്നിട്ടുള്ളത്. ആ സാഹചര്യവും എൻ്റെ പ്രവാചകൻ നിങ്ങളെ പഠിപ്പിച്ചതും രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രവാചകൻ നിങ്ങളോട് എന്ത് പറയുന്നുവോ അത് നിങ്ങൾ ജീവിതത്തിൽ പാലിക്കണം. എൻ്റെ പ്രവാചകൻ എന്ത് പാടില്ല എന്ന് പറഞ്ഞുവോ അത് നിങ്ങൾ ഉപേക്ഷിക്കുകയും വേണം. ഈ പാടില്ല എന്ന് പറഞ്ഞത് ജാഹിലിയത്താണ്. ആ ജാഹിലിയത്ത് എന്താണെന്ന് അറിയാത്ത കാലത്തോളം ഈ സമുദായത്തിൽ മദ്യപരും ചൂതാട്ടക്കാരും ഉണ്ടാകും. ആ ജാഹിലിയത്ത് എന്താണെന്ന് അറിയാത്ത കാലത്തൊക്കെ ഈ സമുദായത്തിൽ ശിർക്ക് നിലനിൽക്കും, ഈ സമുദായത്തിൽ കുഫർ നിലനിൽക്കും, ഈ സമുദായത്തിൽ ദൈവധികാരം നിലനിൽക്കും. ഈ മാറ്റം മനസ്സിലാക്കാതെ പോകുന്നിടത്താണ് അപജയമുണ്ടാകുന്നതെന്ന് പ്രിയപ്പെട്ടവർ പഠിക്കുക. എന്നിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് കൂടുതൽ അണയാൻ ശ്രമിക്കുക, കൂടുതൽ പ്രാർത്ഥിക്കുക. ആ ജീവിതത്തിന്റെ അതുണ്ടാക്കിയെടുത്ത വിശുദ്ധി നമുക്കുകൂടി ബാധകമായതാണ് എന്ന് മനസ്സിലാക്കുക. ആ വിശുദ്ധിയിൽ നിന്ന് പരമാവധി സ്വായത്തമാക്കാനും ജീവിതത്തിൽ പാലിക്കാനും തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കൂടുതൽ ആഴത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ പഠിച്ചതനുസരിച്ച് ഒരുപാട് കാലം ജീവിക്കാനുള്ള ആരോഗ്യവും ആയുസ്സും ഈമാനും തഖ്വയും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതിന് വിപരീതമായ സർവമാന ചെറുതും വലുതുമായ ദുസ്വഭാവങ്ങൾ റഹ്മാനായ റബ്ബെ ഞങ്ങളെ അകറ്റി നിർത്തേണമേ റഹ്മാനെ. അള്ളാഹുവെ, പരിശുദ്ധ ഖുർആനോടും തിരുസുന്നത്തിനോടും നിന്റെ ചിഹ്നങ്ങളോടും പരമാവധി ആദരവും ബഹുമാനവും പുലർത്താനുള്ള തൗഫീഖും ഹൃദയവിശാലതയും തഖ്വയും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ചെറുതും വലുതുമായ ഞങ്ങളുടെ രോഗങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം ശിഫയാക്കി നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി സത്യവിശ്വാസികൾക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങൾക്കും അവർക്കും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ, ജീവിതത്തിൽ വന്നുപോയ എല്ലാത്തരം വീഴ്ചകളും ഞങ്ങൾക്ക് മാപ്പാക്കി തരണമേ റഹ്മാനെ. അവയെ മൂടുന്ന നന്മകൾ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ റഹ്മാനെ. നിന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കാനും മരിക്കാനുമുള്ള തൗഫീഖ് നൽകണമേ റഹ്മാനെ. അല്ലാഹുമ്മ اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا وأجر والدينا وأغننا من النار. اللهم أحينا مسلمين وأمتنا مسلمين والحقنا بالصالحين. اللهم أعز الإسلام والمسلمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. توفنا مسلمين والحقنا بالصالحين. وصلى الله وسلم على محمد.